മധ്യപൂർവേഷ്യ യുദ്ധസമാന സ്ഥിതിയിലൂടെ കടന്നു പോകുന്നതിനെ തുടർന്ന് ഇന്ത്യയിലേക്കുള്ള വിമാനങ്ങൾ റദ്ദാക്കിയും വഴിതിരിച്ചു വിടുകയുമാണ് രാജ്യങ്ങൾ. ഇറാന്റെ ആക്രമണത്തിൽ ഇസ്രായേൽ തിരിച്ചടിക്കുമോ എന്ന് ഉറ്റുനോക്കുകയാണ് ലോകം. 400-ലേറെ മിസൈലുകൾ ഇറാൻ തൊടുത്തതിന് പിന്നാലെ പ്രത്യാക്രമണം രൂക്ഷമാക്കുമെന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഇസ്രായേലിന് അമേരിക്ക പൂർണ്ണ പിന്തുണ നൽകിയിട്ടുണ്ട്. ഇന്ത്യക്കാർ സുരക്ഷിത സ്ഥാനത്ത് തുടരണമെന്നാണ് എംബസി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പശ്ചിമേഷ്യ കലാപ കലുഷിതമാണ്. മിസൈൽ ആക്രമണത്തിൽ ഇറാനെതിരെ ശക്തമായി നീങ്ങാൻ തന്നെയാണ് ഇസ്രായേൽ നീക്കം. ഹമാസ്, ഹിസ്ബുള്ള നേതാക്കൾക്കെതിരായ ആക്രമണത്തിലുള്ള ഇറാൻ പ്രതികാരം ലക്ഷ്യം വെച്ചത് ഇസ്രായേൽ സൈനിക പോസ്റ്റുകളാണ്. മധ്യപൂർവേഷ്യ യുദ്ധസമാന സ്ഥിതിയിലൂടെ കടന്നു പോകുന്നതിനെ തുടർന്ന് ഇന്ത്യയിലേക്കുള്ള വിമാനങ്ങൾ റദ്ദാക്കിയും വഴിതിരിച്ചു വിടുകയുമാണ് രാജ്യങ്ങൾ. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ജർമ്മനിയും സ്വിറ്റ്സർലൻഡുമാണ് നിയന്ത്രണങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്തത്. ജർമ്മനിയിൽ നിന്നുള്ള ലുഫ്താൻസ എയർലൈൻസ് മുംബൈ, ഹൈദരാബാദ് എന്നിവിടങ്ങളിലേക്കുള്ള സർവീസ് നിർത്തിവെച്ചു. യുദ്ധമേഖല വഴി ഒരു സർവീസും നടത്തേണ്ടതില്ലെന്നാണ് നിലവിലെ തീരുമാനം. ഇറാൻ ഇസ്രായേലിന് മേൽ വ്യോമാക്രമണം നടത്തുന്ന സമയത്ത് ഫ്രാങ്ക്ഫർട്ടിൽ നിന്നും ഹൈദരാബാദിലേക്കുള്ള LH-752 വിമാനവും ഫ്രാങ്ക്ഫർട്ടിൽ നിന്നും മുംബൈയിലേക്കുള്ള LH-756 വിമാനവും തുർക്കിക്ക് മുകളിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. ആക്രമണമുണ്ടായതായി വിവരം ലഭിച്ചതിന് പിന്നാലെ വിമാനങ്ങൾ ഫ്രാങ്ക്ഫർട്ടിലേക്ക് തിരികെ പറക്കുകയായിരുന്നു. ഇന്ന് പുലർച്ചെ ജർമ്മനിയിൽ നിന്നും ഇന്ത്യയിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന വിമാനങ്ങളും റദ്ദാക്കിയിട്ടുണ്ട്. അതേസമയം ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രുള്ളയുടെയും ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയുടെയും അടക്കം വധത്തിനുള്ള നിയമാനുസൃത തിരിച്ചടിയാണെന്ന് ചൂണ്ടിക്കാട്ടി ഇസ്രായേലിൽ ഇറാൻ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ഇന്ത്യ രംഗത്തെത്തിയിരിക്കുന്നത്. സംഘർഷം വ്യാപിപ്പിക്കുന്നത് തടയണമെന്ന് ഇന്ത്യ വീണ്ടും ആവശ്യപ്പെട്ടു. മേഖലയിലെ സംഘർഷം പരിഹരിക്കണം. ഇതിനായി പരസ്പരം സന്ദേശങ്ങൾ കൈമാറാൻ തയ്യാറാണെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അറിയിച്ചു. ഇസ്രായേലിലെ ഇന്ത്യൻ പൗരന്മാർക്ക് എംബസി ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സഹായം വേണമെങ്കിൽ അടിയന്തരമായി ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടണമെന്നും അനാവശ്യമായി പുറത്തിറങ്ങരുതെന്നും ഇന്ത്യൻ പൗരന്മാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവിധ ഭാഷകളിൽ ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം പുറത്തിറക്കിയിട്ടുണ്ട്. പശ്ചിമേഷ്യ അശാന്തമായിരിക്കെ സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമാക്കി ഇറാൻ ഇസ്രായേലിലേക്ക് ഇന്നലെ രാത്രി തൊടുത്തത് 180-ലധികം ബാലിസ്റ്റിക് മിസൈലുകളാണ്. ഗാസ, ലെബനൻ ആക്രമണത്തിലും ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ്, ഹമാസ്, ഹിസ്ബുള്ള നേതാക്കളുടെ വധത്തിലും പ്രതികാരം വീട്ടാൻ ചൊവ്വാഴ്ച രാത്രിയിലാണ് ഇറാൻ ഇസ്രായേലിനെതിരെ മിസൈൽ ആക്രമണം നടത്തിയത്. ഇസ്രായേലുമായി നേരിട്ട് അതിർത്തി പങ്കിടാത്ത ഇറാൻ, ഇറാഖ്, സിറിയ, ജോർദാൻ എന്നീ രാജ്യങ്ങൾക്ക് മീതെയാണ് ഇസ്രായേൽ ലക്ഷ്യമാക്കി മിസൈലുകൾ തൊടുത്തത്. ഇവയിൽ ഭൂരിഭാഗവും അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങളായ അയൺ ഡോം, ഡേവിഡ് സ്ലിംഗ്, ആരോ 2, ആരോ 3 തുടങ്ങിയവ ഉപയോഗിച്ച് ഇസ്രായേൽ ആകാശത്ത് വെച്ച് തന്നെ നിർവീര്യമാക്കുകയും ചെയ്തു. ആക്രമണത്തിൽ ആളപായം തടയാനും ഇസ്രായേലിന് സാധിച്ചു. അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ട് പ്രകാരം ഇറാൻ ആക്രമണത്തിൽ ഇസ്രായേലിലാർക്കും പരിക്കില്ല. ഈ വർഷം ഇറാൻ ഇസ്രായേലിന് നേരെ നടത്തുന്ന ഏറ്റവും ശക്തമായ ആക്രമണമാണ് ഇന്നലത്തേതെന്നാണ് റിപ്പോർട്ട്. ദമാസ്കസിലെ ഇറാൻ കോൺസുലേറ്റ് ആക്രമിച്ചതിൽ പ്രതികാരം വീട്ടാൻ ഇക്കഴിഞ്ഞ ഏപ്രിലിൽ ഇറാൻ ഇസ്രായേലിന് നേരെ മിസൈൽ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു. അന്ന് അമേരിക്കയുടെ അടക്കം പിന്തുണയോടെ ആക്രമണം പ്രതിരോധിച്ച അതേ മാർഗമാണ് ഇസ്രായേൽ ഇന്നലെയും സ്വീകരിച്ചതെന്നാണ് റിപ്പോർട്ട്. ചൊവ്വാഴ്ച രാത്രി നടന്ന ഇറാൻ ആക്രമണത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് അമേരിക്ക ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. പ്രാദേശിക സമയം രാത്രി 7:45ഓടെ ഇസ്രായേൽ നഗരമായ ടെൽ അവീവിന് മുകളിലൂടെ ഇറാൻ മിസൈലുകൾ പായുന്ന ദൃശ്യങ്ങൾ ഇസ്രായേൽ മാധ്യമങ്ങളിലൂടെ പുറത്തുവരികയും ചെയ്തു. ഭൂരിഭാഗം മിസൈലുകളും ആകാശത്ത് വെച്ച് തന്നെ നിർവീര്യമാക്കിയെന്ന് വ്യക്തമാക്കിയ ഇസ്രായേൽ ചുരുക്കം ചില മിസൈലുകൾ തെക്കൻ ഇസ്രായേലിന്റെ വിവിധ ഭാഗങ്ങളിൽ പതിച്ചുവെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം മിസൈലുകളിൽ 90% ലക്ഷ്യത്തിലെത്തിയെന്നാണ് IRGCയുടെ അവകാശവാദം. ആക്രമണത്തിൽ ആദ്യമായി ഹൈപ്പർസോണിക് മിസൈലുകൾ ഉപയോഗിച്ചതായി IRGC വ്യക്തമാക്കുന്നുണ്ട്. ഇസ്രായേലിന്റെ 3 മിലിറ്ററി ബേസുകളാണ് ലക്ഷ്യമിട്ടതെന്നും IRGCയെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുണ്ട്. ഹമാസ്, ഹിസ്ബുള്ള എന്നിവർ തൊടുക്കുന്ന ഹ്രസ്വദൂരം റോക്കറ്റുകളെ നേരിടാനുള്ള അയൺ ഡോം, ദീർഘദൂര റോക്കറ്റുകളെ നേരിടാനായി ഇസ്രായേൽ US സംയുക്തമായി നിർമ്മിച്ച ഡേവിഡ് സ്ലിംഗ്, ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളെ നേരിടാനുള്ള ആരോ 2, ആരോ 3 എന്നീ അത്യാധുനിക പ്രതിരോധ മാർഗങ്ങൾ ഉപയോഗിച്ചാണ് ഇസ്രായേൽ ചൊവ്വാഴ്ചത്തെ ഇറാൻ ആക്രമണം പ്രതിരോധിച്ചതെന്നാണ് റിപ്പോർട്ട്. 300 മുതൽ 2000 കിലോമീറ്റർ വരെ പരിധിയിൽ വിക്ഷേപണം സാധ്യമാക്കുന്ന ഷഹാബ് 1 മുതൽ ഷഹാബ് 3 വരെയുള്ള ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാന്റെ പക്കലുള്ളത്. ഫത്തേഹ്, ഷഹാബ് 2, സോൾഫഗർ, ഗിയാം 1, ഷഹാബ് 3 എന്നിവയാണ് ഇറാന്റെ പക്കലുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ. ഇറാന്റെ ഏറ്റവും പുതിയ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലായ ഫതഹും ഇസ്രായേലിനെതിരെ പ്രയോഗിച്ചുവെന്നും റിപ്പോർട്ടുകളുണ്ട്.